സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ നികുതി ചുമത്തുന്നത് അന്തിമ വിലയെ ബാധിക്കുന്നു. സ്വർണ്ണ ഖനന കമ്പനികളുടെ ഉൽപാദന ചെലവിലെ മാറ്റങ്ങളും വിലയെ ബാധിക്കുന്ന ഘടകമാണ്. കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണം വിവിധ നഗരങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കാനുള്ള കടത്ത് ചെലവുകളും അന്തിമ വിൽപ്പന വിലയിൽ ഉൾപ്പെടുന്നവയാണ്. ഉപഭോക്താവ് നൽകുന്ന അന്തിമ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള മേക്കിംഗ് ചാർജും ഉൾപ്പെടുന്നു. ഇനി സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രതിദിന സ്വർണ്ണവില പ്രസിദ്ധീകരിക്കുന്നതിൽ ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷനാണ് നിർണായക പങ്ക് വഹിക്കുന്നത്. ആഗോള ബെഞ്ച്മാർക്കുകൾ, രൂപ ഡോളർ വിനിമയ നിരക്ക്, പ്രാദേശിക വിപണിയിലെ ഡിമാൻഡ്, സപ്ലൈ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചാണ് IBJA വിലകൾ നിശ്ചയിക്കുക. കേരളത്തിലാണെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനാണ് വില നിശ്ചയിക്കുന്നത്. ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് വില അനുസരിച്ച് അന്താരാഷ്ട്ര വില ഡോളർ നിരക്കിൽ എത്രയാണെന്ന് ഓരോ ദിവസവും രാവിലെ അറിയാൻ സാധിക്കും. രാവിലെ 9:15 രൂപയുടെ വിനിമയ നിരക്ക് ലഭിക്കുന്നു. ഈ അന്താരാഷ്ട്ര വിലയും രൂപയുടെ വിനിമയ നിരക്കും ബാങ്ക് നിരക്കും പരിഗണിച്ച് 92 എന്ന അനുപാതത്തിലേക്ക് വില നിശ്ചയിക്കുകയും അതിൽ 1% മാർജിൻ കൂടി ചേർത്താണ് ഓരോ ദിവസത്തെയും 24 കാരറ്റ് സ്വർണ്ണവില ബാങ്ക് നിരക്ക് നിശ്ചയിക്കുന്നത്. ഇത് സാധാരണയായി രാവിലെ 9:20 നടക്കുന്നു. മുൻപ് കേരളത്തിൽ ഒരു ദിവസം മുഴുവൻ ഒരു വിലയായിരുന്നു സാധാരണ നിലയിലുണ്ടാവുക. എന്നാൽ നിലവിൽ ആഗോള വിപണിയിലെ വൻകിട മാറ്റങ്ങൾ കാരണം ഒരു ദിവസം തന്നെ 2-3 തവണ വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ $10, $40, $50 മുതൽ $100 വരെയോ വ്യത്യാസം വരുമ്പോൾ ബാങ്കുകളിൽ നിന്ന് ഉയർന്ന നിരക്കിലാണ് സ്വർണം ലഭിക്കുന്നത്. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കാത്തതിനാൽ ആനുപാതികമായി വില വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ ഈ ചാഞ്ചാട്ടത്തിന് കാരണം ഡൊണാൾഡ് ട്രംപിന്റെ 2ാം വരവോടെ അമേരിക്കയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, പലിശ നിരക്ക് കുറയ്ക്കും എന്ന US കേന്ദ്ര ബാങ്ക് നൽകുന്ന സൂചന, US ചൈന വ്യാപാര യുദ്ധം എന്നീ ഘടകങ്ങളാണെന്ന് പറയാം.